കീസ് എടുത്തു വെക്കും. നിങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു തരും. ഓക്കെ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടിയിൽ വെക്കാം കേട്ടോ, വണ്ടി ഉണ്ടെങ്കിൽ. ആരാണ്? എലി വിദ്യാലയം എവിടെയാ? നിങ്ങളുടെ ടീമാണോ? ഞങ്ങളൊരു ടീമുണ്ട്. ഞാൻ പറഞ്ഞു കണ്ണാപ്പിയുടെ അളിയ മുങ്ങി കേറല്ലേ? മോഹ കേറാ. മോഹന്റെ വായനെന്തിര്? എന്റെ ശബ്ദം എടാ നിങ്ങളാണ് മോഹ പോഷൻ ചെറുക്കൻ ജയിക്കും ആദ്യം കേട്ടോ. അല്ല അല്ല പറഞ്ഞടാ അത്രേ ഉള്ളൂ. ജൂഡോടെ ആ ജൂഡോ പ്ലക്കിയുടെ പോഷണ്ട മോഹ. കേറി നിക്ക് അണ്ണൻ കേറി നിക്ക് കണ്ണാപ്പിയുടെ കൂടെ നിക്ക് കണ്ണാപ്പിയുടെ കൂടെ നിക്ക്. ആ തന്തയില്ലാത്തവരാണോടാ നമ്മളെ പറയുന്നേ. ബോബോ ഈ പറഞ്ഞ തന്തയുണ്ടോ അതിലില്ലല്ലോ നിനക്കൂലല്ലോ, നിനക്ക് തന്തയില്ലല്ലോ. പിന്നെ ആ ബോധം വേണം തന്തയില്ലാത്തവനെ. തന്തയും ഇല്ല, തന്ത ആരോന്ന് പറഞ്ഞൂടാ. എന്നിട്ട് ബാക്കിയുള്ള പിള്ളേരൊക്കെ തന്തയില്ലാത്തവനെ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് തന്തയും ഇല്ല എനക്ക്. അതെ മോഹ എടാ ഇതൊന്ന് പോഷം വേണം. മോഹന്റെ സൗണ്ട് എന്തിനാ ഇങ്ങനെ ഇരിക്കണേ? കോർഡിനേറ്റർ ആണോ? എടാ പോഷനുണ്ടോ? ഗൈസ് എന്റെ സൗണ്ട് കുറവാണോ? നിക്ക് ഞാൻ ഗെയിൻ കുറച്ചുകൂടെ കൂട്ടിയിടാം. 14. ഇപ്പൊ കേക്കാവോ? ഓക്കെ ആണോ? വീണ്ടും ഞാൻ പറയാണ്, നമ്മുടെ ചെക്കിങ്ങിന്റെ ഏരിയയിൽ നിന്ന് ബാക്കിയുള്ള ആളുകൾ സംസാരിക്കുന്നത് ദയവായിട്ട് നിർത്തേണ്ടതാണ്. എല്ലാരും ഒന്ന് മാറി തരണം. ഒരെണ്ണം വെച്ചോണ്ട് എനിക്ക് ബാറ്റ് കിട്ടിയില്ല. ബാറ്റ് നമ്മുടെ ലീഡർ കണ്ണാപ്പി. ഹലോ ഈ എൻഡിലോട്ട് വരാൻ പറ്റും നോക്കേ. ഈ എൻഡ് അങ്ങനെയാണെങ്കിലേ നമ്മള് റേഡിയോ കണക്ട് ചെയ്യടാ. റേഡിയോ
ഏത് റേഡിയോ ഉണ്ടോ? 81 നമ്മുടെ റേഡിയോ. ചന്ദ്ര ഏത് ഏരിയയിൽ നിൽക്കുന്നത് നിങ്ങള്? അപ്പുറത്തെ ഈ ഏരിയ? നമ്മള് അപ്പുറ സൈഡ് അന്ന് അപ്പുറത്ത് വരാമോ? എല്ലാവരും ഹലോ, നിങ്ങളുടെ ടീമിന്റെ പേരെന്താ? നിങ്ങളുടെ ടീമിന്റെ പേരെന്താ? ഹലോ ഹലോ ചന്ദ്ര, കണ്ടസ്റ്റൻസ് ആരൊക്കെ? ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാം ഓക്കെ അല്ലേ? എല്ലാവരുടെയും ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് അല്ലേ? എല്ലാം സെറ്റാണ്. നമ്മള് ഒരു അടിക്കൊക്കെ സാർപ്പാട്ട പരമ്പരയുടെ ഒരു ഇതാണ് ഡ്രസ്സിംഗ് സെൻസ്. നമ്മള് റേഡിയോ കോള്, അതായത് റേഡിയോ കോള് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വരെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ എന്താടാ ഈ മൂലയിൽ ഞാൻ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തിട്ടേക്കാം. ഓക്കെ, കമന്ററി ബോക്സ് നമ്മള് കമന്ററി ബോക്സ് രണ്ടൂന്ന് പരിപാടി പറയുള്ളൂ. എയർ ഡ്രോപ്പ് ഫുഡ് എല്ലാവർക്കും ഓക്കെ അല്ലേ? ഫുഡ് ഓക്കെ അല്ലേ? ഓക്കെ 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 ഓക്കെ. എന്റെ എയർ ഡ്രോപ്പ് ആയടാ. നിങ്ങളെന്ത് കിടിലോ ഗൈസ്? നിങ്ങളില്ലായിരുന്നു ഒരു തോക്ക് പോത്തില്ലായിരുന്നു. ഇപ്പൊ നിങ്ങൾ എന്ത് അടിപൊളിയാ, നിങ്ങൾ എന്തൊരു കിടിലോ. താങ്ക്സ്. സൗണ്ട് കേൾക്കുന്നില്ല നിന്റെ. മല്ലി അപ്പുറത്ത് പോയിക്ക്. ഹലോ, ഓപ്പോസിറ്റ് എലിവിദ്യാലയാണ്. ഒരു പാറ്റ് കുറവുണ്ട്, അവിടെ കൊണ്ട് കൊടുക്കുവോ? ആയിരിക്കാ അവിടെ ചന്ദ്രബോസ് ടോണി ഒരു ബാറ്റ് നേരെ കാണാൻ കുറ്റിക്കാട് കണ്ടോ? ഹീലി കാണാൻ നേരെ കാണാ. അതിന്റെ അകത്ത് കയറിയേ ചെയ്യാവുള്ളൂ, ഇല്ലേ തൂക്കുവേ. നൈസായിട്ട് ഇന്നേക്ക് ഒരു പുടി എന്ന് പറഞ്ഞ ചെയ്യുക ഇറങ്ങുക. സാധനം ഉണ്ടോ കയ്യില്? ഹീലിങ്സ് ഉണ്ടോ? ഹലോ ബ്രോ, ഇല്ല ഇവിടെ ഗാലറി പോയിരിക്കും. ഗാലറി സെറ്റല്ലേ? ഒരു തരി മണ്ണ് വീഴാതെ നമ്മൾ നോക്കിക്കോളാം. ഒരു തരി മണ്ണിടെ അണ്ണന് ചുറ്റും മനസ്സിലായി. അണ്ണന് ചുറ്റും പേടിക്കണ്ട. നിങ്ങൾക്കറിയാലോ എന്നെ. ഇല്ല എനിക്ക് അണ്ണ ഇത് മനസ്സിലായി. കൊമ്പം മീശൊക്കെ ഉള്ളോണ്ട് എല്ലാരും മുട്ടത്തന്നെ. അണ്ണാ എന്റെ ഇടുപ്പിൽ തോക്കുണ്ടേ, കണ്ടാ? ഇവന്റില് നമ്മളെല്ലാവരും ഉറ്റു നോക്കിക്കൊണ്ടിരുന്ന ഒരു ഫൈറ്റ് ആണത്. നമ്മുടെ സർപ്പട്ട വേഴ്സസ് എലി വിദ്യാലയ. ഇതൊരു ചരിത്ര പോരാട്ടം. അല്ലല്ല അണ്ണനെ അണ്ണ തലക്കിട്ട് ഒരടി കൊണ്ട് ചത്തു കേട്ടാ. ആൾക്കാരെ വിളിച്ചടാ. ഒന്നെങ്കിൽ ഇപ്പൊ വരും ആള് വരും. റിഫ്രഷ് ചെയ്യുന്നോണോ എല്ലാരും? ഹെൽമെറ്റ് ഇല്ല. പെറ്റ് മെനു തരുമെന്ന് ചോദിക്കാം. പെറ്റ് മെനു വെയിറ്റ് ചെയ്യണം. ഇല്ല എന്തോന്ന് അറിയണല്ലോ. അല്ല ഇവന്റിനല്ലേ, അകത്ത് കയറി പോയില്ലേ? ചിലപ്പോ തരും. ഇതിനകത്തൂടെ അടികൊള്ളു. സോറി കേട്ടോ. വടിവെച്ച് മാത്രമേ അടിക്കാൻ പറ്റത്തുള്ളൂ. ഇത് വെച്ച് അടിക്കണ്ടേ? ഹീലർക്കാ വേണ്ടേ?
അവിടെ അവന് അടിയില്ല ഇവിടെ ഒരു ബാരിക്കേഡ് ഒപ്പടന്നെ മാറണേ ഹെൽമെറ്റ് എങ്ങനെ വെക്കൂടാ ഹെൽമെറ്റ് ഇല്ല ഹലോ നിങ്ങൾക്ക് ഹെൽപ്പ് ഇട്ടാൻ പറ്റുമോ? നമ്മള് ഇതായി പോകും, ഫേവറേഴ്സ് ആയി പോകും. ഞാനൊരു കാര്യം പറയട്ടെ, അപ്പുറത്തുള്ള ആർക്കും ഇല്ല ഹെൽമെറ്റ്. ഞാനൊരു സാധനം വെച്ചേടാ പൊരയാടി മോനെ. അണ്ണാ നമ്മുടെ ലെവി ഹെൽമെറ്റ് അണ്ണ ഹെൽമെറ്റ് ഇല്ല, എങ്ങൾക്ക് ഹെൽമെറ്റ് ഇല്ല. നിങ്ങ ഹെൽമെറ്റ് ഊര്, നമ്മൾ പാവപ്പെട്ടവരെ പാവപ്പെടുമ്പോ ഹെൽമെറ്റ് ഊര്, ഹെൽമെറ്റ് ഊരുവോ? ഹെൽമെറ്റ് ഇട്ട് അടിക്കാൻ പറ്റില്ല. ഹെൽമെറ്റ് നമുക്കൊന്ന് ഹെൽമെറ്റ് തരുമോ? ഹെൽമെറ്റ് എന്താ ചെയ്തപ്പോ വന്ന എല്ലാവർക്കും അവർക്കും കൊടുക്കുമായിരിക്കും. ഹലോ ബ്രോ, നമ്മളെല്ലാരും ഒരുമിച്ചുള്ളതാ. എന്തുവാ പറയണേ? അല്ലല്ല ചോദിച്ചു, പച്ച വരാണ്ട് ചോദിച്ചാണ്. അല്ലല്ല അതെ നമ്മുടെ കൂട്ടത്തിലാണ്. നമ്മൾ ഇത്ര പേര് ജോർജ് കുട്ടി ഇവനെ കൊണ്ട് ഇടയ്ക്ക് ഒരു അടിയൊക്കെ കിട്ടി താഴെ വീഴുമ്പോ റിഫ്രഷ് അടിച്ച് സ്പാം ചെയ്താൽ മതി. ഞാനാ ഇവിടെ നിക്കുന്നേ, കടി കടിയാണ്. ഇങ്ങോട്ട് തന്നെ നമ്മൾ സമ്മതിച്ച അവർക്ക് ഹെൽമെറ്റ് കൊടുക്കാന്ന്. എന്ത് ചെയ്യണം? അല്ലല്ല മോഹ ഹെൽമെറ്റ് ഊരി വെക്ക മുടിയുമാ? അതെ മോഹ, അതെ നമുക്ക് അതെ മത്സരം നമുക്ക് ബ്രോ ഇത്രയും ഡീൽ കളിച്ചു, നമ്മൾ മാത്രം എന്താ ഡീല് ബ്രോ? എനിക്കെങ്ങനെ അറിയാം? ഞാനല്ല ഇവന്റ് നടത്തുന്നതോ അവരെ നടത്തുന്നതോ അവരുടെ ജോലി എനിക്കെങ്ങനെ അറിയാം? ഞാൻ ഇപ്പൊ തൊട്ട് റെഡിയായി ഇവിടെ നിൽക്കുവോ ഈ മൂലയ്ക്ക്? കാണുന്നില്ലേ ബ്രോ? എനിക്കെങ്ങനെ അറിയാം? ഞാനാണോ ഡിലേ ആക്കണം? ഞാൻ റെഡിയാ, ഞങ്ങളെല്ലാരും റെഡിയാ. അതെ ഞാനൊരു 10-40 വരെ കൊന്നറി കൂടെ എന്നോണെ. ചെറിയൊരു ഡിലേ ഉണ്ടെന്ന് അവരെന്നെ അനൗൺസ് ചെയ്യുന്നത്. എന്താന്ന് ഇങ്ങനെ ആർക്കറിയാം? എനിക്കറിയുന്നത് എങ്ങനെ? ഓടുന്നു കുറെ എണ്ണം. ഞാൻ ഇവിടെ അടിച്ചിട്ടോട്ടെ, ഷൂറായിട്ട് അടിച്ചിട്ടേ. വീണ്ടും അടിച്ചു പുറത്തിറങ്ങി. നമ്മളിപ്പോ അവർക്ക് വേണ്ടി കോംപ്രമൈസ് ഹെൽമെറ്റ് ഊരി കൊടുക്കണമെന്നാ പറയുന്നത്. നിങ്ങൾ അവരടുത്ത് പോയിട്ട് ഒരു ധാരണ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഹെൽമെറ്റ് ഇത് സ്ട്രാറ്റജിക് പ്ലേസ് ആണ്. നിങ്ങൾ ഇത് ബുദ്ധിപരമായി ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ എവിടെ പോയതാ? എങ്ങോട്ട് വന്നതാ? ഇത് സ്കൂളാന്ന് വിചാരിച്ചോ? ഇത് സ്കൂള്. ചന്ദ്ര ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ.
ആ കൂട്ടത്തിൽ എനിക്ക് എന്തായാലും ബുദ്ധിയില്ല, അതറിയാലോ നിനക്ക്. എലി എടുത്തു പോയി ഞാൻ ചുമ്മാ ഒന്ന് ഇതൊക്കെ പോയി നമുക്ക് ഹെൽമെറ്റ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു, മനസ്സിലായ? അടിച്ചിട്ടേരെ ഹെൽമെറ്റ് വേണ്ടെന്ന് പറഞ്ഞെന്ന്. ഓരോരുത്തർ നോട്ട് വിട്ട് ഒറ്റ അടിക്കാൻ എല്ലായിടത്തും കാണിച്ചു. എല്ലാരും എന്റെ കൈതരിക്കുന്നേ, എന്റെ കൈതരിക്കുന്നേ. എവിടെ വാ വാ വാ. മില്ലറ്റ് മോഹനെ അറിഞ്ഞൂടാ നിനക്ക്? കാട്ടക്കട എവിടെ ഉള്ളടാ നീ? ഞാൻ ഇവിടെ നാവായിക്കുളം. നാവായിക്കുളം. മില്ലറ്റ് മോഹനെ അറിയൂടാ നിനക്ക്? പ്ലാത്താങ്കര സുനി അറിയോ? നിനക്ക് കാട്ടക്കട എവിടെ ഉള്ളടാ നീ? ഞാൻ ഇവിടെ മറ്റേ പാലത്തിന്റെ താഴെ. ഏഴ് പാലം കലിങ്ങിന്റെ അവിടെ അറിയത്തില്ലേ? അതെ. ഒന്ന് ഇറങ്ങിത്താ ബ്രോ, പ്ലീസ് ബ്രോ. എന്താണ് ബ്രോ? പുറത്ത് ക്രൗഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് പെട്ടെന്ന് തുടങ്ങി, അത് നമുക്ക് പിടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലോട്ട്. ഓക്കെ ഓക്കെ, അറിയാം. ഇതാരാണ്? മാമ പറയണം. കളിക്കാനുള്ളതാണ്. ഓക്കെ എന്നാ പെട്ടെന്ന് വിട്ടു. അടുത്ത ആരാ പോയ? എനിക്കറിയാം. ഒരു സെക്കൻഡ്. അണ്ണനെ കയറ്റി വരണേ. എല്ലാം പോയടാ, നീ അടിച്ച് കൊന്നടാ എന്നെ. പന്ന കഴിവറാ. ഹെൽമെറ്റ് ഇല്ല, പോയി അത്. അണ്ണാ റീഫ്രഷിനടി, ഇതൊക്കെ എന്ത് പഠിക്കാനാ? കേള്. നീ മണ്ടനാണാ? ഇവിടെ കാണൂ, മുഴുവൻ ടീമും ഒരുമിച്ചിറങ്ങുന്നു. ഓരോ സെക്കൻഡും നഷ്ടപ്പെടാത്ത ആക്രമണം. ഇടതുവശത്ത് വലതുവശത്ത് കൂട്ടത്തല്ലേ, അടിയോടി. എവിടെ പോയി? ഒന്നും മനസ്സിലാവുന്നില്ല. എല്ലാരും ഡൗൺ. ഡൗൺ. ഓ അടി. ഓ മൈ കഴിഞ്ഞില്ലേ. എനിക്ക് ആളെ മനസ്സിലാവും. അവന് ഷട്ടിലൊക്കെ നേരെ ഒന്ന് അടിച്ചടാ. ഒന്നിനെതിരെ ഒരാളെ പോലും അടിച്ചു വീഴ്ത്താൻ പറ്റാത്ത രീതിയിൽ അടിച്ച് വാരി ഷട്ടില്ലാത്ത ഒരുത്തം വന്ന് എന്നെ അടിച്ചടാ. അടിച്ചറിഞ്ഞില്ലേ? ഓൾറെഡി ഞാൻ പറഞ്ഞല്ലേ അടിച്ചു നോക്കുകളോ. അപ്പൊ നിങ്ങൾക്കൊന്നും കാര്യം മനസ്സിലായോ? കാര്യം കൂട്ടത്തില് ഒരാൾ നട്ടലും കൂടി വന്നേ, അത് എലിയുടെ ആണെന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ നോക്കി കളിക്കണേ, മനസ്സിലായോ? ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരാളൊന്ന് വരുമോ? ലീഡർ കണ്ണാപ്പി ഉണ്ടോ അവിടെ? കണ്ണാപ്പിയുടെ കണ്ണാപ്പിനെ ഒന്ന് വിളിക്കോ? ഓ ടീമിന്റെ ലീഡറിനെ ലീഡർ ഒന്ന് വിളിച്ചോ. ഓ എടാ, ഞാൻ റേഡിയോയിലില്ലായിരുന്നല്ലേ, അത് എന്തോ ഒരു കുറവ്.
പിന്നെ എടാ നമുക്കപ്പൊ ഇനി മാച്ച് ഉണ്ടോ? അടുത്ത അരീന ഫൈറ്റ് പ്ലക്കാച്ചി SPB എത്രയും പെട്ടെന്ന് നമ്മുടെ ചെക്കിംഗ് ഏരിയയിലേക്ക് വരണം. ബാക്കിയുള്ള ആളുകൾ ആ ചെക്കിംഗ് ഏരിയയിൽ എടാ ഒന്ന് വന്നടാ, നമുക്ക് എനിക്കൊന്ന് പോയി ഹെൽമെറ്റ് ഇടണോടാ, ഒന്ന് വന്നടാ. കോർഡിനേറ്റ്